നമസ്കാരം. പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് CPI സ്വീകരിച്ച നിലപാടിനെ LDFന്റെ കൺവീനർ ഇന്ന് പിന്തുണയ്ക്കുന്നത് കണ്ടു. ADGP MR അജിത് കുമാറിനെ മാറ്റുന്നതിൽ കാലതാമസമുണ്ടായിക്കൂടാ എന്നത് തന്നെയാണ് പാർട്ടി നിലപാടെന്ന് ബിനോയ് വിശ്വം വ്യക്തമാക്കിയിരുന്നു. ഈ നിലപാടിനെ പിന്തുണയ്ക്കുകയാണ് ഇപ്പോൾ LDF കൺവീനർ TP രാമകൃഷ്ണൻ. ആരോപണങ്ങൾ ശരിയെങ്കിൽ സർക്കാർ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. RSS ADGP കൂടിക്കാഴ്ചയിൽ DYFIയും അവരുടെ അതൃപ്തി ഇന്ന് പരസ്യമാക്കി. സംഘപരിവാർ നേതാക്കളുമായി MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയത് മാത്രമല്ല CPIയുടെ പ്രശ്നം. പൂരം കലക്കലിൽ ആരോപണ വിധേയനായ MR അജിത് കുമാർ കമ്മീഷണറെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചതിലുമുണ്ട് അതൃപ്തി. സർക്കാരിന്റെയും മുന്നണിയുടെയും പ്രതിച്ഛായയെ ബാധിക്കുന്ന വിധത്തിൽ MR അജിത് കുമാർ ഇടപെട്ടു. ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGPയെ മാറ്റണം. വളരെ വ്യക്തമാണ്. കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് ഒരു കാരണവശാലും ഒരു RSS ബന്ധം പാടില്ല. കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരിക്കാൻ അർഹനല്ല, യോഗ്യനല്ല. CPI സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡ് ഉറച്ച സ്റ്റാൻഡാണ്. CPI നിലപാട് ഘടിപ്പിച്ചതോടെ ADGPയെ മാറ്റി നിർത്തണമെന്ന CPI ആവശ്യത്തോട് അനുകൂലിച്ച് LDF കൺവീനർ TP രാമകൃഷ്ണൻ രംഗത്തെത്തി. CPIയുടെ ആവശ്യം ചർച്ച ചെയ്ത് മുന്നോട്ടു പോകും. ആരോപണങ്ങൾ ശരിയെങ്കിൽ സർക്കാർ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്നും TP രാമകൃഷ്ണൻ. അത്തരം പ്രശ്നങ്ങളെല്ലാം ചർച്ചയ്ക്ക് വിധേയമാക്കി നിലപാടുകൾ സ്വീകരിച്ചു പോവുക എന്നുള്ളത് തന്നെയാണുള്ളത്. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ചെയ്തിട്ടുള്ള കാര്യം, ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കണമല്ലോ. ആരോപണം ശരിയാണെങ്കിൽ കടുത്ത നടപടി സ്വീകരിച്ച് മുമ്പോട്ട് പോവുക എന്ന നിലപാട് തന്നെയാണ് ഗവൺമെന്റിനുള്ളത്. RSSുമായി ആര് കൂടിക്കാഴ്ച നടത്തിയാലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്. RSS രാജ്യത്ത് മതവിദ്വേഷം ഉണ്ടാക്കുന്ന സംഘടനയാണ്. RSSുമായി ആര് കൂട്ടിയിരുന്നതിനോടും ഞങ്ങൾക്ക് യോജിപ്പില്ല, ഞങ്ങൾക്ക് അതൃപ്തിയുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതാണ് നിലപാട്. PV അൻവറിന്റെ പരാതി അന്വേഷിച്ച് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഒക്ടോബർ മാസം 3 മുമ്പാണ്. അടുത്ത ആഴ്ച ആദ്യത്തോടെ ഷെയ്ഖ് ദർവേസ് സാഹിബ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. അൻവറിന്റെ പരാതിയിലെ പരിശോധനാ റിപ്പോർട്ടിനൊപ്പം CPIയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി RSS നേതാക്കളും അജിത് കുമാറുമായുള്ള കൂടിക്കാഴ്ച റിപ്പോർട്ടും ഉൾപ്പെടുത്തിയേക്കും. 24 തിരുവനന്തപുരം. PV അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ ഗുരുതരമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ആരോപണങ്ങളിൽ പരാതി ലഭിച്ചാൽ നടപടിയെടുക്കുമെന്ന് ഗവർണർ പറഞ്ഞു. CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസിന് RSSന്റെ മനസ്സാണെന്ന് PV അൻവർ തുറന്നടിച്ചു. തന്നെ തോൽപ്പിച്ചത് പാർട്ടിയാണെന്ന അൻവറിന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് KK ശൈലജ പ്രതികരിച്ചു. PV അൻവറും CPMഉം തമ്മിലുള്ള അക്രമ പ്രത്യാക്രമണങ്ങൾ തുടരുകയാണ്. PV അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ ഗുരുതരമാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഫോൺ ചോർത്തൽ ഗുരുതരമായ വിഷയമാണ്. ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. So moto action on the basis of news reports at my level will I do not know if it will be proper, but yes, if I receive something, some complaint, some representation, some petition, then surely I can move forward in accordance with law. അൻവർ ഇന്ന് മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസിനെതിരെ ആഞ്ഞടിച്ചു. ജില്ലാ സെക്രട്ടറി മുസ്ലിം വിരോധിയാണെന്നും RSS മനസ്സാണെന്നും അൻവർ. അപ്പൊ EN മോഹൻദാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിനോടുള്ള മുസ്ലിം വിരോധം, ഇനി മുസ്ലിം വിരോധം നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. മുസ്ലിം വിരോധികളെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പം EN മോഹൻദാസ് ഒന്നും വല്ലാതെ പതറണ്ട. ഈ പാവപ്പെട്ട പാർട്ടി സഖാക്കളുടെ മുന്നിൽ തെളിവടക്കാൻ കൊടുക്കും. ഈ ചങ്ങാതിക്ക സിന്ദാബാദ് കളക്കുന്നത് പകലും RSSന് വേണ്ടി പ്രവർത്തിക്കുക. വടകരയിൽ KK ശൈലജയെ തോൽപ്പിച്ചത് പാർട്ടി പ്രവർത്തകർ തന്നെയെന്നും അൻവർ ആരോപിച്ചു. ഈ ആരോപണം KK ശൈലജ തള്ളി. അത് തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ്. കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ കണ്ടെത്തുകയും അത് ഭാവിയിൽ പരിഹരിക്കേണ്ടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടി LDFും CPIMഉം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലെവിടെയും പാർട്ടിക്കാരാണ് പരാജയത്തിന് കാരണമെന്ന് ഞങ്ങൾ വിലയിരുത്തിയിട്ടില്ല. PV അൻവറിനെ അനുകൂലിച്ച് നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് സമീപം ഫ്ലക്സുകൾ ഉയർന്നു. ഒരു വിഭാഗം ആംബുലൻസ് ഡ്രൈവർമാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരുമാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. ഇന്നലെ അൻവറിനെതിരെ നിലമ്പൂരിൽ നടന്ന കൊലവിളി മുദ്രാവാക്യത്തിൽ കണ്ടാലറിയാവുന്ന 100 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. 24 മലപ്പുറം. PV അൻവറിന്റെ ആരോപണങ്ങൾ പുച്ഛത്തോടെ തള്ളുകയാണ് CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറിയായ EN മോഹൻദാസ്. അൻവർ വലതുപക്ഷ തടവറയിലാണ്. താൻ വർഗീയവാദിയാണെന്ന് ലീഗ് പ്രവർത്തകർ പോലും പറയില്ലെന്നും EN മോഹൻദാസിന്റെ മറുപടി. അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനയെ പുച്ഛത്തോടു കൂടി തള്ളുന്നു. ഏതെങ്കിലും നിങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികളാണെങ്കിൽ പോലും ഏതെങ്കിലും മുസ്ലിം ലീഗിന്റെ നേതാവോ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനോ EN മോഹൻദാസിനെതിരെ ഞാൻ RSS ആണ്, ഞാൻ
മുസ്ലിം വിരുദ്ധനാണ് എന്ന് ആക്ഷേപിക്കുക. രാജ്യത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രവാദ ശക്തികളുടെ തടവറയിലായി അദ്ദേഹം മാറിയിരിക്കുന്നു. PV അൻവറിനെതിരായ കൊലവിളി മുദ്രാവാക്യവും തള്ളുകയാണ് CPIM. പ്രകോപനപരമായ മുദ്രാവാക്യം വിളിക്കുന്നതിനോട് യോജിപ്പില്ല എന്നാണ് മലപ്പുറം ജില്ലാ സെക്രട്ടറിയായ EN മോഹൻദാസ് വ്യക്തമാക്കിയത്. വിപിൻ C. വിജയൻ ഇപ്പോൾ മലപ്പുറത്തുനിന്ന് വിശദാംശങ്ങളുമായി. വിപിൻ, ഇന്ന് അൻവർ ഉയർത്തിയ ആരോപണം CPIMന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിക്ക് RSS മനസ്സ്, അങ്ങനെ RSS ബന്ധം എന്നുള്ള തരത്തിലാണ്. എന്താണ് CPIMന്റെ മറുപടി? ഉന്മേഷ്, നാളെ 6:30 നിലമ്പൂർ ചന്തക്കുന്നിൽ വെച്ച് PV അൻവറിന്റെ വിശദീകരണ യോഗമുള്ളത്. ഈ വിശദീകരണ യോഗത്തിൽ ചില വീഡിയോകൾ അടക്കമുള്ളവ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ വിശദീകരണത്തിന് തന്നെയാണ് PV അൻവർ ഒരുങ്ങുന്നത്. അതിന് പരമാവധി ആളുകളെ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് അടുത്ത നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഒത്തുചേരുന്ന എല്ലാവരും നാളെ ഈ പരിപാടിക്ക് വരണം എന്നുള്ളതാണ് ഈ പോസ്റ്റിലൂടെ പറയുകയും ചെയ്യുന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെ ഒരു പോർമുഖം തുറന്നിരിക്കുകയാണ് PV അൻവറും അതുപോലെ തന്നെ CPIMന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയും. ഇന്ന് ഈ ജില്ലാ സെക്രട്ടറി EN മോഹൻദാസിന് RSSന്റെ മനസ്സാണ് എന്നും അദ്ദേഹം മുസ്ലിം വിരോധിയാണ് എന്നുള്ളതുമായിരുന്നു PV അൻവറിന്റെ ആരോപണമുണ്ടായത്. അതിനാണിപ്പോൾ CPIMന്റെ ഭാഗത്ത് നിന്ന് ഒരു മറുപടി ഉണ്ടായിരിക്കുന്നത്. അതിൽ EN മോഹൻദാസ് പറയുന്നത് അത് വ്യക്തിപരമായി എടുക്കുന്നില്ല, പാർട്ടിക്കെതിരെയുള്ള കടന്നാക്രമണമായിട്ടാണ് കാണുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം നാട്ടിൽ തന്നെ ഉണ്ടാവാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും പാർട്ടി ഓഫീസിൽ പോലും അപൂർവമായി മാത്രമാണ് വരാറുള്ളത്. ഇത് വികസനത്തെ ബാധിച്ചിട്ടുണ്ട്. നിലമ്പൂരിൽ വികസനം കുറയാനുള്ള, അതിന്റെ വേഗത കുറയാനുള്ള കാരണം അൻവർ നാട്ടിലില്ലാത്തതായിരുന്നു. ആദ്യത്തെ 5 വർഷം PV അൻവർ സമ്പൂർണ്ണ പരാജയമായിരുന്നു. ചടുലമായി പ്രവർത്തിക്കുമെന്നുള്ളത് കൊണ്ടാണ് അടുത്ത ഈ 2021 കൂടി സീറ്റ് കൊടുത്തത്. അവിടെയുള്ള ഓരോ പ്രവർത്തകനും അക്കാര്യങ്ങളെക്കുറിച്ച് അറിയാം എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ EN മോഹൻദാസും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഒപ്പം തന്നെ ഇന്നലെ കൊലവിളി പ്രസംഗം, അതിന്റെ ഒരു പ്രകടനമൊക്കെ ഇന്നലെ നിലമ്പൂരിൽ നടന്നിരുന്നു. അതിൽ 100 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിനെ തള്ളിപ്പറയുക കൂടിയാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി. അത്തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടാകരുത് എന്നുള്ളത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. പക്ഷേ എന്നിട്ടും അത് കൊലവിളിയിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ അതിന് യാതൊരു വിധത്തിലുള്ള യോജിപ്പുമില്ല എന്നുള്ളതാണ് അറിയിക്കുന്നത്. ഒപ്പം നാളത്തെ പൊതുയോഗത്തിൽ എത്രത്തോളം പേർ വരുമെന്നുള്ളതും വളരെ ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. പാർട്ടി പ്രവർത്തകർക്ക് പോകണമെന്നോ പോകരുതോ എന്ന് യാതൊരു വിധത്തിലുള്ള ഒരു നിർദ്ദേശവും പാർട്ടി നൽകിയിട്ടില്ല, അങ്ങനെ നൽകാറില്ല എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ ഏറ്റവും നിർണായകമായ യോഗം നാളെ 6:30 നിലമ്പൂർ ചന്തക്കുന്നിൽ നടക്കുകയും ചെയ്യും. ഉന്മേഷ്. ശരി വിപിൻ. വിപിൻ C. വിജയനാണ് വിവരങ്ങൾ നൽകിയത്. അൻവർ വിളിച്ചു ചേർത്ത പൊതുയോഗം നിലമ്പൂരിൽ നാളെ നടക്കാൻ പോകുന്നു. പുതിയ ആരോപണങ്ങൾ ഉണ്ടാകുമോ എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. നാളെ വൈകിട്ട് വരെ കാത്തിരിക്കാം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ നെഹ്റു ട്രോഫി വള്ളംകളി വാർത്തകളിലേക്ക് എത്തും. പള്ളാത്തുരുത്തിയുടെ കരുത്തിൽ കാരിച്ചാലിന് കിരീടം. നടുഭാഗം കടന്നു വരുന്നു. അലമാലകൾ അലതന്നുന്ന സാഗരത്തിന്റെ ഗരിമയുമായി കാരിച്ചാൽ കടന്നു വരുന്നു. നെഹ്റു ട്രോഫി നേടിയ കാരിച്ചാൽ ഉഗ്രമായി പോരാടി. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വാശിയേറിയ പോരാട്ടത്തിൽ കപ്പടിച്ച് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ ചുണ്ടൻ. തുടർച്ചയായ 5ാം തവണയാണ് PBC വെള്ളിക്കിരീടം സ്വന്തമാക്കിയത്. ഫോട്ടോ ഫിനിഷിൽ 5 മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിലാണ് PBC ചരിത്രമെഴുതിയത്. ആരാണ് ഇവിടെ വിജയിക്കുക? ഇതാ വീയപുരം. ഇല്ല, PBCയുടെ കാരിച്ചാലും വീയപുരവും നടുഭാഗവും നിരണവും കടന്നു പോകുന്ന മനോഹരമായ ദൃശ്യം. ആവേശോജ്വലമായ മത്സരത്തിനൊടുവിൽ വീണ്ടും കരുത്ത് തെളിയിച്ച് കാരിച്ചാൽ ചുണ്ടൻ. പുന്നമടയിലെ ഓളപ്പരപ്പിൽ ആയിരങ്ങളെ സാക്ഷിയാക്കി കാരിച്ചാലിന്റെ ഫോട്ടോ ഫിനിഷിംഗ്. സെക്കൻഡിന്റെ 5-ൽ വിയപുരത്തെ പിന്തള്ളി 70ാമത് നെഹ്റു ട്രോഫിയിൽ മുത്തം. പുന്നമടയിലെ ജലരാജാവ് പട്ടം തുടർച്ചയായ 5ാം തവണയും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്. നീറ്റിലിറങ്ങിയ കാരിച്ചാൽ ഇതുവരെ സ്വന്തമാക്കിയത് 2 ഹാട്രിക് അടക്കം 16 നെഹ്റു ട്രോഫികൾ. 1974 FBC ചെന്നങ്കരിയിലൂടെയാണ് കാരിച്ചാലിന്റെ വിജയഗാഥയ്ക്ക് തുടക്കമിട്ടത്. പിന്നീട് ഓരോ തവണയും കാരിച്ചാൽ തങ്ങളുടെ വരവറിയിച്ചുകൊണ്ടിരുന്നു.
ആരാധകരുടെ ആവേശമായി മാറി. VBC കൈനഗിരി തുഴഞ്ഞ വിയപുരം ചുണ്ടൻ രണ്ടാമതെത്തി. കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടനും നിരണം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ നിരണം ചുണ്ടനും യഥാക്രമം മൂന്നാമതായും നാലാമതായും ഫിനിഷ് ചെയ്തു. ജലരാജാക്കന്മാരെ കണ്ടെത്താനുള്ള ഫൈനൽ പോരിൽ മാറ്റുരച്ചത് 19 ചുണ്ടൻ വള്ളങ്ങൾ. ഹീറ്റ്സിൽ 4 മിനിറ്റ് 14 സെക്കൻഡ് സമയം കുറിച്ചാണ് കാരിച്ചാൽ ചുണ്ടൻ ഫൈനലിലെത്തിയത്. കഴിഞ്ഞ തവണ വിയപുരം ചുണ്ടൻ തുഴഞ്ഞാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ചാമ്പ്യന്മാരായത്. ടീം 24 ആലപ്പുഴ. പുന്നമടക്കായലിലെ വീരനും വാശിക്കും മത്സരശേഷവും ഒടുക്കമില്ല. ഫോട്ടോ ഫിനിഷിലെ വിജയത്തെ ചൊല്ലി തർക്കവും സംഘർഷവും ഉണ്ടായി. കാരിച്ചാൽ ചുണ്ടന്റെ വിജയം അംഗീകരിക്കില്ലെന്നും സംഘാടകരുമായി ഒത്തുകളി നടന്നു എന്നുമുള്ള ആരോപണവുമായി വിയപുരം ചുണ്ടനും നടുഭാഗം ചുണ്ടനും രംഗത്തെത്തി. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴഞ്ഞ കാരിച്ചാലും VBC കൈനഗരി തുഴഞ്ഞ വിയപുരവും ഫിനിഷിംഗ് പോയിന്റ് തൊട്ടത് ഒരേ സെക്കൻഡിൽ. സമയം സ്ക്രീനിൽ തെളിഞ്ഞത് ഒന്നുപോലെ. പിന്നീടുള്ള വിഭജനത്തിലാണ് 5 മൈക്രോ സെക്കൻഡിന്റെ വിജയം കാരിച്ചാലിനെന്ന അറിയിപ്പ് വന്നത്. പിന്നാലെ തുഴയാവേശം തർക്കമായി മാറി. കാരിച്ചാലിന് വേണ്ടി സംഘാടകർ ഒത്തുകളിച്ചെന്ന വിയപുരത്തിന്റെ ആരോപണം. സമയവിഭജനം എന്തിന്റെ അടിസ്ഥാനത്തിലെന്ന് അറിയില്ലെന്നും പരാതി. തുഴഞ്ഞുകയറുന്നതിന്റെ വീഡിയോ പരിശോധിക്കണമെന്നും ആവശ്യം. പള്ളാത്തുരുത്തിയും വിയപുരം ഒരുമിച്ചാണ് വന്നത്. മൈക്രോ സെക്കൻഡ് പോലും വ്യത്യാസമില്ല. സംഘാടകർ നമ്മളായിട്ട് അടുക്കുന്നില്ല. വിയപുരമാണ് ലീഡ്. വിയപുരം നിങ്ങൾ നോക്കണം, നിങ്ങൾ കയറി നോക്കുക. ഒരിക്കലും വീഡിയോ ടൈം ബോർഡിൽ ഒരേ ടൈം മൈക്രോ സെക്കൻഡ് വരെ ടൈം ബോർഡിൽ ശരിയല്ല. മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലും അട്ടിമറി നടന്നെന്ന ആരോപണവുമായി നടുഭാഗം ചുണ്ടനും രംഗത്തെത്തി. ആവേശപ്പോരിൽ കിരീടമുയർത്തിയെങ്കിലും പതിവ് പോലുള്ള ആഘോഷങ്ങളില്ലാതെയാണ് കാരിച്ചാൽ ചുണ്ടൻ തുഴഞ്ഞ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് വേദി വിട്ടത്. സംഘാടകരുടെ തീരുമാനം അംഗീകരിക്കുന്നത് മര്യാദയുടെ ഭാഗമെന്നാണ് കാരിച്ചാലിന്റെ നിലപാട്. പരാതിയുമായി മുന്നോട്ടു പോകാനാണ് വിയപുരത്തിന്റെ തീരുമാനം. മത്സരാവേശമെങ്കിലും ആതിഥേയരായ 2 ടീമുകൾ തമ്മിലുള്ള തർക്കം നെഹ്റു ട്രോഫിയുടെ നിറം കെടുത്തി. ടീം 24 ആലപ്പുഴ. കൂത്തുപറമ്പ് വെടിവെപ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പൻ അന്തരിച്ചു. 54 വയസ്സായിരുന്നു. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ജന്മനാടായ കണ്ണൂർ ചുക്ലിയിൽ നാളെയാണ് സംസ്കാരം. വെടിയേറ്റതിനെ തുടർന്ന് കഴുത്തിന് താഴേക്ക് തളർന്ന് കഴിഞ്ഞ 3 പതിറ്റാണ്ടായി കിടപ്പിലായിരുന്നു. പോരാട്ടത്തിന്റെ ഓർമ്മകൾ ബാക്കിയാക്കി പുഷ്പൻ എന്ന സമര ഇതിഹാസം വിട പറഞ്ഞു. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ജൂലൈ 31-നാണ് പുഷ്പനെ തലശ്ശേരി സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റിയത്. പിന്നീട് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കും. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ഇന്ന് ഉച്ചയ്ക്ക് 3:30-യോടെയാണ് പുഷ്പന്റെ അന്ത്യം. മൃതദേഹം നാളെ രാവിലെ 8 മണിയോടെ വിലാപയാത്രയായി കണ്ണൂരിലേക്ക് കൊണ്ടുപോകും. തലശ്ശേരി ടൗൺ ഹാളിലും പിന്നീട് ജന്മനാടായ ചൊക്ലിയിലും പൊതുദർശനം. വൈകിട്ട് വീട്ടുപരിസരത്താണ് സംസ്കാര ചടങ്ങുകൾ. പുഷ്പന്റെ വിയോഗത്തിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അനുശോചിച്ചു. പുഷ്പന്റെ സ്മരണക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പുഷ്പന്റെ നിര്യാണം യഥാർത്ഥത്തിൽ ലക്ഷക്കണക്കിന് യുവജനങ്ങളുടെ ഹൃദയത്തിൽ പുഷ്പൻ എന്നും നിലനിൽക്കും എന്നുള്ളതാണ്. ആ ഓർമ്മ, ആ ജ്വലിക്കുന്ന ഓർമ്മക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. കർഷക തൊഴിലാളിയായിരുന്ന കുഞ്ഞിക്കുട്ടിയുടെയും ലക്ഷ്മിയുടെയും 6 മക്കളിൽ 5-മനാണ് പുഷ്പൻ. വെടിയേറ്റ ശേഷം കിടപ്പിലായിരുന്ന പുഷ്പന് തണലായി ഒപ്പമുണ്ടായിരുന്നത് നാട്ടിലെ CPIM DYFI പ്രവർത്തകരും കുടുംബവുമായിരുന്നു. DYFI നിർമ്മിച്ചു നൽകിയ വീട്ടിലായിരുന്നു താമസം. CPIM നോർത്ത് മേനപ്രം ബ്രാഞ്ച് അംഗമായിരുന്നു. 24 കോഴിക്കോട്. ഇപ്പോൾ കോഴിക്കോട് DYFI യൂത്ത് സെന്ററിൽ പുഷ്പന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് തത്സമയം. അഭിജിത്ത്, ഇനിയും നാളെയാണല്ലോ കണ്ണൂരിലേക്കുള്ള യാത്ര, അതിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ.
ഉന്മേഷ്, നിലവിൽ ഇവിടെ പൊതുദർശനം തുടരുകയാണ്. കോഴിക്കോട് ഡിവൈഎഫ്ഐ യൂത്ത് സെന്ററിലാണ് പൊതുദർശനത്തിനുള്ള അവസരം. ഇവിടേക്ക് നിരവധി പാർട്ടി പ്രവർത്തകർ ഒഴുകിയെത്തുന്നുണ്ട് പുഷ്പനെ അവസാനമായി ഒരു നോക്കു കാണാൻ. ഇതിൽ പലരും പുഷ്പനെ ആദ്യമായി കാണുന്നവർ കൂടിയാണ്. പക്ഷേ അവരുടെ മനസ്സിലെ ഇതിഹാസ കഥാപാത്രമായിരുന്നു പുഷ്പൻ. അവർ പാടി നടന്ന പാട്ടിലെ നായകനായിരുന്നു പുഷ്പൻ. പക്ഷേ ഇനി പുഷ്പൻ ജീവനോടെ ഇല്ല എന്ന യാഥാർത്ഥ്യം അത് അവർക്ക് വളരെയധികം വേദനയുണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് ഉച്ചയ്ക്ക് 3:30 പുഷ്പൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പുഷ്പൻ ചികിത്സയിലായിരുന്നു. ഇതിനു മുൻപ് തലശ്ശേരിയിലെ സഹകരണ ആശുപത്രിയിലായിരുന്നു. അതിനുശേഷം ബേബിയിലേക്ക് മാറ്റി. പിന്നീട് ഇവിടെ ചില സമയത്ത് അദ്ദേഹത്തിന് ഭേദപ്പെട്ട നിലയിലേക്ക് മാറിയിരുന്നു. പക്ഷേ ഇന്ന് ഉച്ചയോടുകൂടി രോഗം മൂർച്ഛിക്കുകയും അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുകയുമായിരുന്നു. നേരത്തെ തന്നെ വലിയ രീതിയിൽ ഈ പാർട്ടി പ്രവർത്തകർക്കിടയിൽ പുഷ്പൻ ആ രീതിയിലുള്ളൊരു വ്യക്തിത്വമായിരുന്നു. അവർക്കൊരു മാതൃകയായിരുന്നു. പോരാട്ടത്തിൻ്റെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ മാതൃകയായിരുന്നു പുഷ്പൻ. 30 വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1994 സസ്രേ കോളേജ് സമരവുമായി ബന്ധപ്പെട്ട് കുത്തുപറമ്പിൽ വെടിവെപ്പുണ്ടാകുന്നത്. മന്ത്രി MV രാഘവന് നേരെ നടന്ന പ്രതിഷേധത്തിൽ പോലീസ് ഈ പ്രതിഷേധക്കാർക്കു നേരെ നിറയൊഴിക്കുകയായിരുന്നു. 5 പേർ രക്തസാക്ഷികളായി. ഗുരുതരമായി പരിക്കേറ്റ പുഷ്പൻ ജീവിക്കുന്ന രക്തസാക്ഷിയായി മാറി. അന്ന് തൊട്ടിങ്ങോട്ട് വളരെ വലിയ സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ പ്രതീകമായി പുഷ്പൻ മാറുകയായിരുന്നു. ഉന്മേഷ് ചോദിച്ചതുപോലെ തന്നെ രാവിലെ 8 മണിക്കാണ് കോഴിക്കോട് നിന്ന് വിലാപയാത്ര ആരംഭിക്കുക. നിരവധിയിടങ്ങളിൽ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ പ്രവർത്തകർക്ക് അവസരമുണ്ടാകും. അതിനുശേഷം തലശ്ശേരി ടൗൺ ഹാളിലാണ് പൊതുദർശനം. അത് ഏതാണ്ട് 1.5 മണിക്കൂറോളം നേരം അവിടെ പൊതുദർശനമുണ്ടാകും. തുടർന്ന് പുഷ്പൻ്റെ നാടായ ചൊക്ലിയിലാണ് പൊതുദർശനം. അവിടെ ചൊക്ലിയിലെ രാമവിലാസം സ്കൂളിൽ പൊതുദർശനം നടക്കും. പിന്നാലെ പുഷ്പൻ്റെ മേനപ്രത്തെ വീട്ടിലേക്ക് എത്തിക്കും. അവിടെയാണ് 5 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കുക. പുഷ്പൻ്റെ തന്നെ വീട്ടുപറമ്പിലാണ് സംസ്കാര ചടങ്ങുകൾക്കുള്ള ക്രമീകരണങ്ങൾ നിലവിൽ ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും വലിയൊരു വിയോഗമാണ്, വലിയൊരു വേർപാടാണ് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ അവരുടെയൊക്കെ മനസ്സിൽ ഒരു ഇതിഹാസ കഥാപാത്രമായിരുന്ന പുഷ്പൻ. പലപ്പോഴും പാട്ടുകളിൽ പുഷ്പനെ അറിയാമോ എന്ന വിപ്ലവഗാനം കേൾക്കാത്തൊരു മലയാളി പോലുമില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ആ രീതിയിൽ പ്രവർത്തകർക്കിടയിൽ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒക്കെ മാതൃകയായിരുന്ന, നേർസാക്ഷ്യമായിരുന്ന, അടയാളമായിരുന്ന പുഷ്പനാണ് വിടവാങ്ങിയിട്ടുള്ളത്. പുഷ്പനെ ഒരു നോക്ക് കാണുന്നതിനായി ഈ സമയത്തും നിരവധി പേർ ഒഴുകിയെത്തുന്നുണ്ട്. 7 മണിക്ക് ആരംഭിച്ച പൊതുദർശനമാണ്. ഇപ്പോഴും പ്രവർത്തകർ എത്തുന്നുണ്ട്, അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നുണ്ട്, പുഷ്പനെ അവസാനമായി ഒരു നോക്ക് കാണുന്നുണ്ട്. നാളെ രാവിലെ 8 മണി വരെ ഇവിടെ പൊതുദർശനത്തിനുള്ള അവസരമുണ്ട്. ഏതായാലും നാളെ 8 മണിക്ക് വിലാപയാത്ര, അതിനുശേഷം തലശ്ശേരിയിലും ഒപ്പം പുഷ്പൻ്റെ നാടായ ചൊക്ലിയിലും പൊതുദർശനം, തുടർന്ന് 5 മണിയോടുകൂടി സംസ്കാരം. ഇങ്ങനെയാണ് നിലവിൽ ക്രമീകരിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനായി എത്തില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പൊതുദർശനത്തിലും തുടർന്ന് സംസ്കാര ചടങ്ങുകളിലും ഭാഗമാകുമെന്നുള്ളൊരു കാര്യം കൂടി നിലവിൽ അറിയുന്നുണ്ട്. ഏതായാലും ഇപ്പോഴും ഈ പൊതുദർശനം പുരോഗമിക്കുകയാണ്. ഉന്മേഷ്. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. പുഷ്പന്റെ മൃതദേഹം ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ കോഴിക്കോട് യൂത്ത് സെന്ററിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. 8:15 എലത്തൂർ, 8:30 പൂക്കാട്, 8:45 കൊയിലാണ്ടി. അങ്ങനെ വിലാപയാത്ര കടന്നുപോകുന്ന സമയം കൂടി ഇപ്പോൾ അറിയുന്നുണ്ട്. അങ്ങനെ 10 മണിക്ക് മാഹിയിലെത്തും. 10:30 തലശ്ശേരി ടൗൺ ഹാളിലെ പൊതുദർശനം. 12 മണി മുതൽ 4:30 വരെ ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം ഉണ്ടാകും. 5 മണിക്ക് മേനപ്പുറം പുതുക്കുടി വീട്ടിലായിരിക്കും ശവസംസ്കാരം എന്നുകൂടി ഇപ്പോൾ ഡിവൈഎഫ്ഐ തന്നെ അറിയിക്കുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് കോഴിക്കോട് കണ്ണാടിക്കലിലേക്കാണ്. പ്രിയപ്പെട്ട അർജുന് വിട.
ശിരൂർ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന് ഇടമുറിയാത്ത കണ്ണീർപേത്തിൽ സ്വന്തം മണ്ണിൽ യാത്രാമൊഴി. കോഴിക്കോട് കണ്ണാടിക്കല്ലെ വീട്ടുവളപ്പിൽ അർജുൻ എരിഞ്ഞടങ്ങി. ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിൽ ഏകനായി അലിഞ്ഞു ചേർന്ന അർജുന് വിട നൽകാൻ വീട്ടിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തി. അർജുന്റെ അമരാവതി എന്ന വീട്ടിൽ പ്രിയമുള്ളവരുടെ ദുഃഖഭാരം ബാക്കിയായി. എണ്ണിയാൽ തീരാത്തത്ര തവണ അർജുൻ ഈ വഴി പോയതാണ്. മടങ്ങിവരവില്ലാത്ത അവസാന യാത്രയിൽ വീട്ടിലേക്കുള്ള വഴി ഇന്നൊരു മനുഷ്യപ്പുഴയായി. അർജുന് വിട ചൊല്ലാൻ ഇന്നേ വരെ നേരിട്ട് കാണാത്തവർ അവിടേക്കൊഴുകിയെത്തി. കണ്ണീർ കൊണ്ട് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. ജനക്കൂട്ടത്തെ വകഞ്ഞുമാറ്റി തന്റെ പ്രിയപ്പെട്ട വീട്ടിലേക്ക് അവസാനമായി അർജുനെത്തി. 75 ദിവസം ദുഃഖം തളം കെട്ടിയ വീടിനുള്ളിൽ പ്രിയമുള്ളവരുടെ കണ്ണീർ നിറഞ്ഞു. എപ്പോഴും പുഞ്ചിരിക്കുന്ന അർജുന്റെ മുഖം പോലും അവസാനമായി കാണാനാകാതെ അടക്കിപ്പിടിച്ച തേങ്ങലുകൾ. പ്രിയതമ കൃഷ്ണപ്രിയ, മകൻ അയാൻ, അച്ഛനും അമ്മയും സഹോദരങ്ങളും പ്രിയപ്പെട്ടവന് വിട ചൊല്ലി. സഹോദരൻ അഭിജിത്ത് ചിതയ്ക്ക് തീ കൊളുത്തി. വീടിനോട് ചേർന്ന് അച്ഛന്റെ മുറിക്ക് ചാരെ അർജുന് നിത്യനിദ്ര. അർജുന് മരണമില്ല. ഈ നാടിന്റെ പ്രതീകമാണ്. ഒരുമയുടെയും ചേർത്തുപിടിക്കലിന്റെയും ധീരതയുടെയും പ്രതീകം. കേരളക്കരയൊന്നാകെ ഗംഗാവലിപ്പുഴ കണക്കെ സങ്കടം കുത്തിയൊലിച്ചു. വിട അർജുൻ. വീടിനെയും കണ്ണാടിക്കൽ ഗ്രാമത്തിനെയും കണ്ണീരിലാഴ്ത്തി അർജുൻ യാത്രയായി. ഇനി നമ്മുടെ ഓർമ്മകളിലെ നിത്യസ്മരണ. വിട അർജുൻ. ടീം 24 കോഴിക്കോട്. പതിവ് യാത്രാവഴിയിലൂടെ അർജുൻ ഒരിക്കൽ കൂടി ദീർഘമായ ഒരു യാത്ര നടത്തുകയായിരുന്നു. കാർവാറിൽ നിന്ന് കണ്ണാടിക്കൽ വരെ എത്തുവോളം അനേകർ അന്ത്യയാത്ര പറഞ്ഞു. ഈ വഴികളിലൂടെ അർജുന് ഇനിയൊരു യാത്രയില്ല. പതിവില്ലാത്ത വിധം കാർവാർ മെഡിക്കൽ കോളേജിൽ നിന്ന് അസാധാരണമായൊരു യാത്ര. ശിരൂരിലെ ഗംഗാവലി തീരത്ത് ഇത്തവണയും വാഹനമൊതുക്കി. പക്ഷേ തകർന്ന ട്രക്കും അർജുനും പരസ്പരം തിരിച്ചറിഞ്ഞില്ല. വഴിയരികിൽ അനേകം പേർ കാത്തുനിന്ന് വിതുമ്പി. കോഴിക്കോട് ജില്ലാ അതിർത്തിയായ അഴിയൂരിൽ മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി. പോകെ പോകെ അണമുറിയാത്ത ജനപ്രവാഹം ഒപ്പം യാത്ര ചെയ്തു. അർജുൻ സജീവമായിരുന്ന നാട്ടിലെ യുവജന ക്ലബിന്റെ മുന്നിൽ പ്രിയപ്പെട്ടവരുടെ വൈകാരികമായ അന്ത്യാഭിവാദനം. കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയ പരിചിതരും അപരിചിതരുമായവരുടെ വാക്കുകൾ ഹൃദയവ്രതയാൽ മുറിഞ്ഞു. നമ്മൾ ഒരുപാട് പ്രതീക്ഷകളോടെ കാത്തു നിന്നാണ്. പക്ഷെ ഇത്രയായ സ്ഥിതിക്ക് ഇനിയൊന്ന് കാണാം എന്നുള്ള രീതിയിൽ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പോകുന്നതാണ്. ഉള്ളുരുകി കാത്തിരുന്ന അനേകം മാനവഹൃദയങ്ങളിലൂടെ മടക്കമില്ലാത്ത സുദീർഘ യാത്രയിലേക്ക് അർജുൻ മറഞ്ഞു. അർജുനെ, പ്രിയപ്പെട്ടവനെ, വിട. എണ്ണമറ്റ അനേകം മനുഷ്യരുടെ ഓർമ്മകളുടെ ഡ്രൈവിംഗ് സീറ്റിൽ അർജുന് ഇനി നിത്യത. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കോഴിക്കോട്. ഇനി ഇന്നത്തെ പകൽ സംഭവിച്ച വാർത്തകളിലേക്കാണ്. വാർത്താ പകൽ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. മലയോര ജില്ലകളിലടക്കം മഴ ശക്തമാകും. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തിങ്കളാഴ്ച പരിഗണിക്കും. സിദ്ദിഖിനായി മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോഹ്തഗി ഹാജരാകും. സംസ്ഥാന സർക്കാരിനു വേണ്ടി മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാറിനെ ഹാജരാക്കാൻ തീരുമാനം. ഉത്തരാഖണ്ഡിൽ ട്രക്കിങ്ങിനിടെ മരിച്ച ഇടുക്കി കമ്പിളികണ്ഠം സ്വദേശി അമൽ മോഹന്റെ മൃതദേഹം ജോഷിമഠിലെത്തിച്ചു.
വ്യാഴാഴ്ച ഗരുഡ് പീക്കിൽ ട്രക്കിംഗ് നടത്തുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കാത്ത് ലാബിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത് പ്രിൻസിപ്പലിന്റെ നിർദ്ദേശം മറികടന്ന്. ആശുപത്രിക്കുള്ളിൽ ഓണാഘോഷം പാടില്ലെന്ന സർക്കുലർ ലംഘിച്ച് കാർഡിയോളജി വിഭാഗം. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അന്വേഷണം തുടങ്ങി. കുതിരാനിൽ സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് 2.5 കിലോ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിൽ 5 പേർ പിടിയിൽ. പിടിയിലായവരിൽ തൃശൂർ സ്വദേശികളായ 3 പേരും തിരുവല്ല സ്വദേശികളായ 2 പേരും. മണിപ്പൂരിൽ വീണ്ടും വൻ ആയുധശേഖരം പിടികൂടി. ഗാങ്പോപ്പി ജില്ലയിൽ പോലീസും അസം റൈഫിൾസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ആയുധങ്ങൾ കണ്ടെടുത്തത്. ഇനി മറ്റ് റിപ്പോർട്ടുകളിലേക്കാണ്. NCPയിലെ മന്ത്രിമാറ്റത്തിൽ തീരുമാനം. AK ശശീന്ദ്രന് പകരം തോമസ് കെ തോമസ് മന്ത്രിയാകും. അടുത്തയാഴ്ച മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് തീരുമാനം അറിയിക്കുമെന്ന് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ വ്യക്തമാക്കി. മന്ത്രിസ്ഥാനം ഒഴിഞ്ഞാൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം വേണമെന്ന നിലപാടിലാണ് AK ശശീന്ദ്രൻ. NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി സംസ്ഥാന നേതാക്കൾ നടത്തിയ ചർച്ചയിലാണ് AK ശശീന്ദ്രനെ മാറ്റാൻ ധാരണയായത്. 2.5 വർഷം കഴിഞ്ഞ് മന്ത്രിസ്ഥാനം മാറി നൽകാമെന്ന ധാരണയുണ്ടായിരുന്നുവെന്ന തോമസ് കെ തോമസിന്റെ വാദത്തിന് സംസ്ഥാന നേതൃത്വവും പിന്തുണ നൽകി. 10 പാർട്ടി ജില്ലാ അധ്യക്ഷന്മാർ തോമസ് കെ തോമസിന് പിന്തുണയുമായി രംഗത്തുണ്ട്. AK ശശീന്ദ്രൻ കഴിഞ്ഞ 8 വർഷമായി മന്ത്രിസ്ഥാനത്ത് തുടരുന്നതുകൊണ്ട് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന അഭിപ്രായത്തോട് ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനും അനുകൂല നിലപാടാണ്. മന്ത്രിമാറ്റ കാര്യം മുഖ്യമന്ത്രിയെ അറിയിക്കണമെന്ന് ശരത് പവാർ സംസ്ഥാന നേതാക്കളെ അറിയിച്ചു. തീരുമാനം മുഖ്യമന്ത്രിയെ നേരിൽ അറിയിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ. ഞങ്ങളുടെ പാർട്ടി എടുത്തൊരു തീരുമാനമുണ്ട്. അത് ശശീന്ദ്രൻ മാറി പുതിയതായി തോമസിനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരണം. അതാണ് പാർട്ടിയുടെ അഭിപ്രായം. ആ കാര്യം ശ്രീ ശരത് പവാറിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ തീരുമാനിച്ചതാണ്. അത് മുഖ്യമന്ത്രി അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ പോയി അത് അറിയിക്കും. മന്ത്രിമാറ്റത്തിൽ മുഖ്യമന്ത്രി പിന്തുണ നൽകില്ല എന്ന വിശ്വാസമാണ് AK ശശീന്ദ്രന് ഇപ്പോഴുമുള്ളത്. NCPയുടെ ആഭ്യന്തര കാര്യമാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഒഴിഞ്ഞാൽ PC ചാക്കോയുടെ അധ്യക്ഷസ്ഥാനം തെറിപ്പിക്കാനാണ് AK ശശീന്ദ്രന്റെ നീക്കം. മന്ത്രിസ്ഥാനം ഒഴിഞ്ഞാൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷസ്ഥാനം വേണമെന്ന നിലപാടിൽ ശശീന്ദ്രൻ മാറ്റം വരുത്തില്ല. 24 തിരുവനന്തപുരം. നിരന്തര ഉൾപാർട്ടി പോരിനൊടുവിൽ AK ശശീന്ദ്രനെ താഴെയിറക്കിയാണ് തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നത്. NCPയിലെ മാറിയ സമവാക്യങ്ങളിൽ ഇനി കരുത്തൻ തോമസ് കെ തോമസ് ആകും. മുൻമന്ത്രിയും NCP മുൻ സംസ്ഥാന അധ്യക്ഷനുമായ തോമസ് ചാണ്ടിയുടെ വിയോഗത്തെ തുടർന്നാണ് സഹോദരൻ തോമസ് കെ തോമസ് കുട്ടനാട് മണ്ഡലത്തിൽ 2021 മത്സരത്തിനിറങ്ങുന്നത്. ജയിച്ച് MLA ആയതുമുതൽ മന്ത്രിസ്ഥാനത്തിനുവേണ്ടി തോമസ് ശ്രമം ആരംഭിച്ചിരുന്നു. AK ശശീന്ദ്രനും NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയ്ക്കുമെതിരെ നിരവധി തവണ പടയൊരുക്കം നടത്തിയിട്ടുണ്ട് തോമസ് കെ തോമസ്. അന്നൊക്കെ ആ നീക്കങ്ങളെ ശശീന്ദ്രൻ സമർത്ഥമായി വെട്ടിയൊതുക്കി. എന്നാൽ സംസ്ഥാന NCPയുടെ മാറിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഇപ്പോൾ തോമസിന് അനുകൂലമാണ്. 2.5 വർഷം തികയുമ്പോൾ മന്ത്രിസ്ഥാനം നൽകാമെന്ന നേതൃത്വം ഉറപ്പു നൽകിയിരുന്നതായി തോമസ് നിരന്തരം ചൂണ്ടിക്കാട്ടിയിരുന്നു. തനിക്കെതിരെ വധശ്രമമുണ്ടായി എന്ന് കാണിച്ച് DGPക്ക് പരാതി നൽകിയതോടെ NCPയിൽ തോമസ് ഒറ്റപ്പെട്ടു. തോമസിനൊപ്പം നിന്നവരെ കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. അജിത് പവാറുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്ന തോമസ് NCP 2ആയപ്പോൾ NDA ക്യാമ്പിലെത്തുമെന്ന പ്രചാരണം ശക്തമായിരുന്നു. PC ചാക്കോയ്ക്കെതിരെ തോമസ് പലതവണ പരസ്യമായി രംഗത്തു വന്നു. പുറത്തുനിന്ന് വന്നവർക്ക് സ്ഥാനമാനങ്ങളും കാലങ്ങളായി പാർട്ടിയിൽ കഴിയുന്നവർക്ക് അവഗണനയുമെന്ന് തുറന്നടിച്ചു. പിന്നീട് PC ചാക്കോയുമായി അടുക്കുകയും പിണക്കം പറഞ്ഞു തീർക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള അടുത്ത ബന്ധവും തോമസിന് സഹായകമായി. റിസർച്ച് ഡെസ്ക് 24. ഇനി കുറ്റകൃത്യങ്ങളുടെ വാർത്താലോകത്തേക്കാണ്. നോക്കാം. ഹലോ, പോലീസ് സ്റ്റേഷനാണോ? തൃശൂരിലെ ATM കവർച്ചാ കേസിൽ അറസ്റ്റിലായ പ്രതികൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് പോലീസ്. പ്രതികൾ പരസ്പര വിരുദ്ധമായ മൊഴിയാണ് നൽകുന്നത്. കൂടുതൽ അന്വേഷണത്തിനായി തമിഴ്നാട്ടിൽ നിന്നുള്ള പോലീസ് സംഘം ഹരിയാനയിലേക്ക് തിരിച്ചു. കവർച്ചയിൽ കാണിച്ച അതേ ജാഗ്രത പ്രതികൾ ചോദ്യം ചെയ്യലിലും തുടരുകയാണ്. ഇന്നലെ ഉച്ച മുതൽ ഇന്ന് വൈകിട്ട് വരെ ചോദ്യം ചെയ്തെങ്കിലും പല നിർണായക വിവരങ്ങളും ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. അറസ്റ്റിന് ശേഷവും മുഖ്യ സൂത്രധാരൻ മുഹമ്മദ് ഇക്രാം ഉൾപ്പെടെയുള്ളവർ പോലീസിനെ വട്ടം കറക്കുകയാണ്. പ്രതികളുടെ ആരുടെയും കയ്യിൽ തിരിച്ചറിയൽ രേഖകളില്ല. പലപ്പോഴും ഇവർ പേരുൾപ്പെടെ മാറ്റിപ്പറയുന്നു. മോഷണ രീതിയെക്കുറിച്ചും പരസ്പര വിരുദ്ധമായ മൊഴികളാണ് നൽകിയിരിക്കുന്നത്. കൂടുതൽ പണമുള്ള, അധികം സുരക്ഷയില്ലാത്ത ATMകൾ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്നതാണ് പ്രതികളുടെ രീതിയെന്ന് പോലീസ് വ്യക്തമാക്കി. ഇക്രാമാണ് തൃശൂരിലെത്തി കവർച്ച നടത്തേണ്ട ATMകൾ കണ്ടെത്തിയത്. ഈ ATMകളിൽ എപ്പോഴും നിറയെ പണമുണ്ടാകുമെന്നും ഇക്രാം നേരത്തെ മനസ്സിലാക്കിയിരുന്നു.
ഇന്നലെയുണ്ടായ വെടിവെപ്പിനിടെ കൊല്ലപ്പെട്ട പ്രതി ജുമാനുദ്ദീന്റെ ബന്ധുക്കൾ ഇന്ന് നാമക്കലിലെത്തി. മറ്റു പ്രതികളെ ഇതിനു മുൻപ് കണ്ടിട്ടില്ലെന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണഗിരിയിലും ആന്ധ്രാപ്രദേശിലെ കടപ്പയിലും ATM കവർച്ച നടത്തിയത് ഇതേ സംഘമാണെന്ന് പോലീസ് കണ്ടെത്തി. കൂടുതൽ അന്വേഷണത്തിനായി തമിഴ്നാട് നിന്നുള്ള പോലീസ് സംഘം ഹരിയാനയിലേക്ക് തിരിച്ചു. തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയും കൂടുതൽ ചോദ്യം ചെയ്യലുമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കേരള പോലീസിന് പ്രതികളെ ലഭിക്കുകയുള്ളൂ. ചെന്നൈയിൽ നിന്നും ശ്രീകാന്ത് ഗൗരീശപ്പെട്ടതോടൊപ്പം മുഹമ്മദ് റഹീസ്, 24. പ്രൈം ടൈമിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് ഇനി വാൽകഷ്ണം. വാൽകഷണം. അൻവറുമായുള്ള ബന്ധം ഉപേക്ഷിച്ചെങ്കിലും അൻവർ ഉയർത്തിയ ചില ആരോപണങ്ങൾ ഇപ്പോഴും പലർക്കും തലവേദനയാണ്. അൻവറിനെ പുറത്താക്കിയാലും സമാധാനമുണ്ടാകില്ലേ? കാണാം എം അഫ്സൽ തയ്യാറാക്കിയ വാൽകഷ്ണം. പാർലമെന്ററി പാർട്ടി അംഗത്വത്തിനുള്ള സ്ഥാനം സ്വയം വലിച്ചെറിയുന്ന രീതിയാണ് അൻവർ സ്വീകരിച്ചത്. അൻവറിന്റെ പാർട്ടിയുമായുള്ള എല്ലാ ബന്ധങ്ങളും ഇതോടെ അവസാനിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ദുഷ്പ്രചരണങ്ങളെ തുറന്നു കാട്ടുന്നതിനും പ്രതിരോധിക്കാനും പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവരും രംഗത്തിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ 500 ഇനി ഇങ്ങനെ 2 മക്കളില്ല. ഞാൻ തെത്താനെന്റെ പട്ടണ പോലും നിങ്ങൾ കാണരുത്. അങ്ങനെ നിലമ്പൂരിലൂടെ പോകുമ്പോൾ സഖാക്കൾക്കും AKG സെന്ററിന് മുന്നിലൂടെ പോകുമ്പോൾ PV അൻവറിനും ചെറിയ ഒരു വിഷമം, അല്ലെങ്കിൽ പഴയ ചില സൈബർ ഓർമ്മകളെങ്കിലും അയവിറക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കട്ടക്ക് കൂടെ നിന്നിരുന്നവർ ശത്രുക്കളായി മാറിയിരിക്കുന്നു. ഇനി എല്ലാം ഓർമ്മകൾ മാത്രം. ഇനി നാം ഈ ഓർമ്മയിൽ പിരിയുകയായി, ഇനി നാം ഈ കൂട്ടുകാർ ഓർക്കാൻ ഓർമ്മകൾ തന്നൊരു ലോകം എന്നും നെഞ്ചിൽ ഓർത്തിടും കാലം ഇന്നെന്നിലോർമ്മയായി മാറുകയായി, ഇടനെഞ്ചിൽ തീരാ വിങ്ങലുമാ. അങ്ങനെ അൻവറും പാർട്ടിയും 2 വഴിക്കായി. അൻവറിനെ പുറത്താക്കി സഖാക്കളെ റോഡിലിറക്കി അൻവറിനെതിരെ മുദ്രാവാക്യവും വിളിപ്പിച്ചു കഴിഞ്ഞ് ഇനി രക്ഷപ്പെട്ടു, ശല്യം ഒഴിവായി എന്ന് പറഞ്ഞ് നെടുവീർപ്പിട്ടതായിരുന്നു ചിലർ. പക്ഷേ ആരോപണം ഏറ്റുപിടിച്ച ചിലരുണ്ട്, അൻവറിനെ പോലെ പുറത്താക്കാൻ കഴിയാത്തവർ. കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് ഒരു കാരണവശാലും ഒരു RSS ബന്ധം പാടില്ല. ആ സ്റ്റാൻഡ് ഉറച്ച സ്റ്റാൻഡാണ്. CPIക്ക് മാത്രമായിരുന്നു ഈ അഭിപ്രായമെങ്കിൽ പ്രശ്നമുണ്ടായിരുന്നില്ല. ADGP ആ കസേരയിൽ ഇരിക്കുന്നതിനോട് DYFIക്കുമുണ്ട് നീരസം. RSSുമായി ആര് കുട്ടിയിരുന്നതിനോടും ഞങ്ങൾക്ക് യോജിപ്പില്ല, ഞങ്ങൾക്ക് അതൃപ്തിയുണ്ട്. ഏതാണ്ട് 2 അറ്റവും കൂടെ ഒത്തുവരാൻ തുടങ്ങിയ നേരത്താണല്ലോ എന്റെ ഭഗവാനെ ആ കഴുതക്ക് എന്റെ ഇങ്ങനെ ഒരു ബുദ്ധിമോശക്കേട് കാണിക്കാൻ തോന്നിയത്. CPIയെയും DYFIയെയും തണുപ്പിക്കാൻ ADGPക്കെതിരെ നടപടിയെടുത്താൽ ഇനി അൻവറിന്റെ ആരോപണം ശരിവെച്ചു എന്ന് പറയുമോ എന്ന കൺഫ്യൂഷനിലാണ് ചിലർ. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. ഇതോടെ പ്രൈം ടൈം പൂർത്തിയാവുകയാണ്.